അപ്പസ്തോല പ്രവൃത്തി 14-ാം അധ്യായം 14-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. ഇതിനകത്ത് എങ്ങനെയാണ് പറയുന്നത്? കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ ലിസ്ത്രായിൽ ഉണ്ടായിരുന്നു. അതിനകത്ത് ലുസ്ത്ര എന്ന് പറയുന്നു, ഇതിനകത്ത് ലിസ്ത്രായിൽ എന്ന് പറയുന്നു. ജന്മനാ മുടന്തനായിരുന്ന അവൻ ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവൻ ഉണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ചു നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. അപ്പോ ഞാൻ പോകട്ടെ, നമ്മൾ അത് ചിന്തിക്കുന്നതിന് മുൻപായി ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ യേശു ഒരു അത്ഭുതം ചെയ്യുന്നതിന് നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. എന്റെ കാര്യം ദൈവം സാധിപ്പിക്കും, എന്റെ കാര്യം ദൈവം നടത്തി തരും എന്നുള്ള ദൈവം നോക്കുമ്പോൾ നമ്മളുടെ വിശ്വാസമാണ് നോക്കുന്നത്. നടന്നാ നടക്കട്ടെ, നടക്കുമായിരിക്കും, നടന്നെങ്കിൽ നടന്നു എന്നുള്ളതല്ല. എന്റെ ദൈവം, ഞാൻ സേവിക്കുന്ന ദൈവം, അല്ലെങ്കിൽ ഞാൻ വന്നിരിക്കുന്ന ദൈവം, ഈ ദൈവത്തിന് സകലത് സാധ്യമാണ്. 1% പോലും വ്യത്യാസം വരാതെ പ്രവർത്തിപ്പാൻ ഈ ദൈവം ശക്തനായ ദൈവമാണ്. കാരണം വചനം പറയുന്നത് ദൈവത്തിന്റെ വഴി തികവുള്ളതാണ്. ആ വഴിയിലൂടെ ദൈവം നമ്മെ നടത്തി അനുഗ്രഹിക്ക തന്നെ ചെയ്യും. അപ്പോ പൗലോസ് കണ്ടത് എന്താണ്? അവനിൽ എന്തുണ്ടായിരുന്നു? വിശ്വാസമുണ്ടായിരുന്നു. നമുക്ക് എന്തുണ്ടാകണം? ദൈവം നോക്കുമ്പോൾ പൗലോസ് അത് കണ്ടു. എന്ത്? അവനിലുള്ള വിശ്വാസം. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലൂന്നി നിൽക്കാൻ. അപ്പൊ ജീവിതത്തില് ദൈവവചനം ഇവിടെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതൊരു വിടുതലായി വരണമെങ്കിൽ കേൾക്കുന്ന നിങ്ങളിൽ അത് വിശ്വാസമായി പരിണമിക്കണം. എങ്കിൽ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിൽ വിടുതലായി വരുന്നത് നമുക്ക് കാണുവാൻ കഴിയുള്ളൂ. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുവനെ യേശു വിടുവിക്കുകയാണ്, സൗഖ്യമാക്കുകയാണ്. അതിന് ശേഷമുണ്ടാകുന്ന വിഷയങ്ങളാണ് നമ്മൾ വിഗ്രഹാരാധനയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുന്നത്. 10-ാം വാക്യത്തിൽ പറയുന്നു, അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. പൗലോസ് ചെയ്ത ഈ പ്രവൃത്തി കണ്ട ജനക്കൂട്ടം ലിക്കവോനിയൻ ഭാഷയിൽ ഉച്ചത്തിൽ പറഞ്ഞു, ദേവന്മാർ മനുഷ്യരൂപം ധരിച്ച് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. അവർ ബർന്നബാസിനെ സേവൂസ് എന്നും പൗലോസ് പ്രധാന പ്രസംഗിയാകയാൽ അവനെ ഹെർമസ് എന്നും വിളിച്ചു. അപ്പൊ ആ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട 2 ദേവന്മാരുടെ പേരാണ് അവിടെ പ്രസ്താവിക്കുന്നത്. അതിന് ഒരു ഐതിഹ്യമുണ്ട്, ഒരു ചരിത്രമുണ്ട് അതിന്. ആ സ്ഥലത്തെ ലുസ്ത്രയില് ചരിത്രം എങ്ങനെയാണ്? ലുസ്ത്രയില് 2 ദേവന്മാർ പ്രച്ഛന്ന വേഷധാരികളായി വന്നു എന്നും മറ്റാരും, ഒരു വീട്ടുകാരും അവരെ സ്വീകരിക്കാതെ ഭക്ഷണം കൊടുക്കാതെ തള്ളിക്കളഞ്ഞപ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീയും അവളുടെ ഭർത്താവും ചേർന്ന് ഇവർക്ക് സൗകര്യമൊരുക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് അവരിൽ ഈ ദേവന്മാർ പ്രസാദിക്കുകയും മറ്റുള്ളവരെയൊക്കെ കൊന്നുകളയുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു ഐതിഹ്യമായി അവിടെ ആ കാലഘട്ടത്തിൽ ഈ ക്ഷേത്രത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ വൃദ്ധ ദമ്പതികൾ മരിച്ചപ്പോൾ ഇവരെ 2 വൃക്ഷങ്ങളാക്കി ഈ ക്ഷേത്രത്തിന്റെ ഇടതും വലതും നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഐതിഹ്യം. വലിയ അത്ഭുതങ്ങൾ അവിടെ ഈ ദേവന്മാർ ചെയ്തിരുന്നു. പിന്നത്തേതിൽ അതുപോലെയുള്ള അത്ഭുതങ്ങളൊന്നും അവിടെ നടന്നില്ല. ആ നടക്കാതിരുന്ന കാലഘട്ടത്തിലാണ് ഇവിടെ ആ ക്ഷേത്രത്തിന്റെ പരിസരത്ത് വെച്ച് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുവനെ പൗലോസ് കണ്ടുമുട്ടുന്നു. അവനിൽ വിശ്വാസമുണ്ടെന്ന് കണ്ട് യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ കൽപ്പിക്കുന്നു. അവൻ എഴുന്നേറ്റ് കാലൂന്നി നിന്ന് ഓടുവാൻ തുടങ്ങി. ആളുകൾക്കറിയാം ഇവൻ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ വ്യക്തിയാണെന്ന്. അതുകൊണ്ടൊരു അസാധാരണ അത്ഭുതം നടന്നതുകൊണ്ട് ഇവർ ഏതോ ഭയങ്കരമായ
അവയിൽ വലിയ ദിവ്യത്വമുള്ളവരെന്ന് മനസ്സിലാക്കി ഇവർ സ്വർഗത്തിൽ നിന്ന് പൊട്ടിവീണ ദേവന്മാരെന്ന് പറഞ്ഞിട്ട് ഇവരെ ആ ക്ഷേത്രത്തിലെ പ്രധാന ആളുകൾ വന്ന് ഇവരെ പൂജിക്കുവാൻ തുടങ്ങി. അതാണ് വിഷയം. 12-ാം വാക്യം. ഇന്ദ്രൻ എന്ന് പൗലോസ് മുഖ്യ പ്രസംഗിയാകിയാൽ അവനെ ബുധൻ എന്ന് പേര് വിളിച്ചു. കണ്ടോ? സ്തോത്രം. ദേവന്മാർ മനുഷ്യരൂപം ധരിച്ച് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. അവർ ബർന്നബാസിനെ സേവൂസ് എന്നും പൗലോസ് പ്രധാന പ്രസംഗന ആയതിനാൽ അവനെ ഹെർമസ് എന്നും വിളിച്ചു. എന്നിട്ട് നഗരത്തിന്റെ മുമ്പിലുള്ള സേവൂസിന്റെ ക്ഷേത്രത്തിലെ പുരോഹിതൻ എന്ത് ചെയ്തു? കാളകളും പൂമാലകളുമായി കവാടത്തെങ്കിൽ വന്ന് ജനങ്ങളോട് ചേർന്ന് ബലിയർപ്പിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. പൗലോസ് യേശുവിന്റെ നാമത്തിൽ ഒരു അത്ഭുതം നടത്തിയപ്പോൾ ബർന്നബാസും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവരിൽ എന്തെങ്കിലും ദിവ്യത്വമുണ്ടോ? ആരുടെ നാമത്തിലാണ് അത്ഭുതം നടന്നത്? യേശുവിന്റെ നാമത്തിലാണ് അത്ഭുതം നടന്നത്. അപ്പോൾ ഇവരെ പ്രത്യേകമായ ദേവന്മാരായി പേരിട്ട് പരിഗണിച്ച് ഇവർക്ക് വേണ്ടി കാളയെ ബലിയർപ്പിക്കാനും തന്നെയുമല്ല ഇവരുടെ കഴുത്തിൽ പൂമാല അണിയിച്ച് ചെണ്ടയും കൊട്ടി ഇലവിളക്കുമൊക്കെ വെച്ച് ഇവരെ കൊണ്ടുപോകുവാൻ സ്വീകരിച്ചാനയിക്കുവാൻ ശ്രമിച്ചപ്പോൾ അതറിഞ്ഞിട്ട് പൗലോസ് വന്നു തന്റെ വസ്ത്രം കീറി അവരെ തടുക്കുവാൻ ഇടയായി തീർന്നു. എന്തുകൊണ്ടാണ് പൗലോസ് തടുത്തത്? ഇന്നത്തെ കാലഘട്ടത്തിൽ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ സുവിശേഷവുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള ഗ്രാമത്തിലുള്ള ആളുകൾ സുവിശേഷകരെ പൂമാല ഇട്ട് സ്വീകരിച്ച് ചെണ്ട കൊട്ടി ആനയിച്ചു കൊണ്ടുപോകാറുണ്ട്. ഒരിക്കലൊരു പൂമാല എന്റെ ദേഹത്തും കൊണ്ടിടുവാൻ അവിടുത്തെ ആചാരപ്രകാരം അവരാഗ്രഹിച്ചപ്പോൾ ഞാൻ അതിനെ തടഞ്ഞു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള സുവിശേഷകന്മാർ അത് തടയുന്നില്ല. നമ്മളൊരു ആചാരം, അങ്ങനെയുള്ള ആചാരത്തിന്റെ പൂമാലകൾ ധരിക്കുമ്പോൾ ആ ദേശത്തിലെ ശക്തികളെ, അന്ധകാര ശക്തികളെ അംഗീകരിച്ച് അതിനെ നാം സ്വീകരിക്കുകയാണ്. ഇത് വേദപുസ്തകപരമായിട്ടുള്ള കാര്യമല്ല. ഇതറിഞ്ഞ അപ്പസ്തോലൻ, കത്തോലിക്ക ബൈബിൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇതറിഞ്ഞ അപ്പസ്തോലന്മാരായ ബർന്നബാസും പൗലോസും വസ്ത്രം കീറി ജനക്കൂട്ടത്തിലേക്ക് ഓടിച്ചെന്ന് വിളിച്ചു പറഞ്ഞു, ഹേ മനുഷ്യരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്താണ്? ഞങ്ങൾ നിങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ്. ഞാൻ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യനാണ്. മനസ്സിലാക്കണം, ഞാനും നിങ്ങളെപ്പോലെയുള്ള മനുഷ്യനാണ്. നിങ്ങൾക്കും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുവുമായിട്ടുള്ള ബന്ധത്തിലായി തീർന്നാൽ ഇതുപോലെ നിങ്ങൾക്കും നിൽക്കുവാൻ കഴിയും. നിങ്ങളെയും ദൈവം അങ്ങനെ നിർത്തും. എന്നേക്കാൾ ദൈവത്തിന് വളരെ പ്രാധാന്യമുള്ളവരാണ് നിങ്ങൾ. ഭക്ഷണം വിളമ്പുന്ന ആളാണോ വലുത്, കഴിക്കാതിരിക്കുന്നവരാണോ വലുത്? വിളമ്പുന്നവനല്ലേ? ആണോ? ഭക്ഷണം കഴിക്കാനിരിക്കുന്നവരാണ് വലിയവർ, വിളമ്പുന്നവനല്ല വലിയവൻ. ഭക്ഷണം കഴിക്കാൻ ആളില്ലെങ്കിൽ ഇയാൾ എന്തോ വിളമ്പും. അപ്പൊ ദൈവത്തിന് ആരാണ്? നിങ്ങളാണ് ഏറ്റവും പ്രാധാന്യം. നിങ്ങൾക്കാണ് വിടുതൽ തരുവാൻ ആരാഗ്രഹിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത്. അമ്മേ, ഹേ മനുഷ്യരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്താണ്? ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ്. വ്യർത്ഥമായ ഈ രീതികളിൽ നിന്ന് ജീവിക്കുന്ന ദൈവത്തിങ്കലേക്ക് നിങ്ങൾ തിരിയണം. വിഗ്രഹങ്ങൾ ദൈവങ്ങളല്ല, ദൈവമല്ല. വിഗ്രഹങ്ങളിൽ എന്തില്ല? ദൈവമില്ല. വിഗ്രഹങ്ങളിൽ എന്താണ്? പൈശാചികതയാണ്. അതുകൊണ്ടാണ് പൗലോസ് അതിനെ തടഞ്ഞത്. ഒരു പൂമാലയുമായി വന്നപ്പോൾ വേണമെങ്കിൽ ആ മാലയിട്ടുകൊണ്ട് അവർക്ക് ഞങ്ങൾ വലിയ ആളുകളെന്ന് കാണിക്കാമായിരുന്നു. ഒന്നുമല്ല. ഇന്നത്തെ സുവിശേഷകർ അങ്ങനെ കാണിക്കും. കാണിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇവിടെ പൗലോസിനെ നമ്മൾ എന്ത് ചെയ്യണം? അനുകരിക്കണം. നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിങ്കലേക്ക് നിങ്ങൾ തിരിയണം. ജീവിക്കുന്ന ദൈവം എന്തല്ല? വിഗ്രഹമല്ല. വിഗ്രഹങ്ങളിൽ ജീവനുണ്ടോ? ജീവനുള്ള ദൈവം വിഗ്രഹത്തിലുണ്ടോ?
അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നാം സേവിക്കുന്ന നമ്മളെ സൃഷ്ടിച്ച ദൈവം ആര്? നമ്മൾ ദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ ദൈവത്തെ ഒരു വിഗ്രഹത്തിൽ ഒതുക്കാൻ കഴിയുമോ? ജീവിക്കുന്ന ദൈവത്തെങ്കിലേക്ക് നിങ്ങൾ തിരിയണമെന്ന് ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു. അവിടുന്നാണ് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചത്. മലകളും കുന്നുകളും കല്ലുകളും എല്ലാം ഉണ്ടാക്കിയതാരാ? ഈ ദൈവമാ. ഈ ദൈവം സർവശക്തനായ ദൈവമാണ്, സകലത്തെ ഉളവാക്കിയ ദൈവമാണ്. അതൊരു കല്ലല്ല, അതൊരു ബിംബമല്ല, അതൊരു പ്രതിമയല്ല. ഇതെല്ലാം ഉളവാക്കിയ ദൈവം. ആമേൻ. അവൻ എവിടെയാണ്? അവൻ സ്വർഗത്തിൽ വസിക്കുന്നു. സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം. എനിക്ക് നിങ്ങൾ ഉണ്ടാക്കുന്ന ആലയം ഏത് വിധം എന്ന് ദൈവം ചോദിക്കുന്നു. സ്വർഗത്തിലാണ് ദൈവം ഇരിക്കുന്നത്. അവിടെ ഇരുന്നിട്ട് കാല് വെക്കുന്ന സ്ഥലമാണ് ഏത്? ഭൂമി. ഈ വലിയവനായ ദൈവത്തെ എവിടെ ഒതുക്കാൻ കഴിയും? എന്നാൽ ആ ദൈവത്തിന്റെ സ്നേഹമാണ്. ആ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കും. ഈ വിഗ്രഹമല്ല നമുക്ക് തരുന്നത്. ഈ വിഗ്രഹത്തിന് അപ്പുറമായിട്ട് സകലത്തെ ഉളവാക്കിയ സൃഷ്ടിതാവായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നാം കണ്ടെത്തണം, അറിയണം. കേവലം നിരത്തുകളിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന പടം മേടിച്ച്, അല്ലെങ്കിൽ ഒരു കടയിൽ വെച്ചിരിക്കുന്ന രൂപക്കൂട് മേടിച്ച് വെച്ച് ഒരു അത്താഴ പോലെ വീട്ടിൽ പണിത് അതിൽ വെച്ചിരിക്കുന്ന ഒന്നുമല്ല ദൈവം. അതിലൊക്കെ വസിക്കുന്നത് പൈശാചികമായ ശക്തി അതിൽ വ്യാപരിക്കും. കാരണം ദൈവം വെറുക്കുന്നതാണ് ഈ വിഗ്രഹങ്ങളെ വെച്ച് ആരാധിക്കുന്നത്. കാരണം എന്താണ്? ദൈവത്തെ കുറിച്ചുള്ള അറിവില്ലാതിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ ദൈവം അങ്ങനെയുള്ളതല്ല നമ്മുടെ ദൈവം. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 16 മുതലുള്ള വാക്യം. സ്തോത്രം. ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് മനസ്സിൽ ചൂട് പിടിച്ചു. ആമേൻ. അങ്ങനെ ഏതൻസ്, അതേന്ന് പറയുന്ന ഏതൻസില് വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് പൗലോസിന് എന്ത് പിടിച്ചു? ചൂട് പിടിച്ചു. നമ്മുടെ പള്ളികളിലൊക്കെ, കത്തോലിക്ക പള്ളികളിലും യാക്കോബ പള്ളികളിലെ ഓർത്തഡോക്സ് പള്ളികളിലൊക്കെ ഇങ്ങനെ വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു ചൂടും പിടിക്കുന്നില്ല. നമ്മളൊക്കെ അതിനെ കണ്ട് സന്തോഷിച്ച് അതിന്റെ ഭംഗി ആസ്വദിച്ച് എന്നെ രക്ഷിക്കണേ അത് നോക്കി പറയുക. കത്തോലിക്ക ബൈബിൾ പറയുന്നു, ഒരു രൂപവും ഉണ്ടാക്കരുത്. അപ്പൊ അതിന് കത്തോലിക്കർ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? അത് ജാതികളുടേതാണ് വിഗ്രഹം, ഞങ്ങളുടെ രൂപം ഉണ്ടാക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. വിഗ്രഹവും രൂപവും എല്ലാം ഒന്ന് തന്നെയാണ്. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഈ വിഗ്രഹങ്ങൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന കണ്ട് തന്റെ ഹൃദയത്തിന് ചൂട് പിടിച്ചിട്ട് താൻ എന്ത് ചെയ്തു? അവരുമായിട്ട് തർക്കിക്കുവാൻ തുടങ്ങി. സ്തോത്രം. ഒരവസരം പൗലോസിന് കിട്ടി. താൻ അത് അവരോട് പ്രസംഗിക്കുവാൻ തുടങ്ങി. ഏതൻസിലെ ജനങ്ങളോട് പൗലോസ് പ്രസംഗിച്ചു. എന്താണ് പ്രസംഗിച്ചത്? സ്തോത്രം. 24-ാമത്തെ വാക്യം. ലോകവും അതിലുള്ളതൊക്കെ ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകുന്നത് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ആമേൻ. ഇവിടെ സത്യവേദ പുസ്തകത്തിലെ വാക്യമാണ് വായിച്ചത്. കത്തോലിക്ക ബൈബിളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 17 അപ്പോസ്തല പ്രവൃത്തി 17-24 പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചവനും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവുമായ ദൈവം മനുഷ്യനിർമ്മിതമായ ആലയങ്ങളിലല്ല വസിക്കുന്നത്. മനുഷ്യനിർമ്മിതമായ ആലയങ്ങളിലല്ല വസിക്കുന്നത്. സത്യവേദ പുസ്തകത്തിൽ വായിച്ചാട്ട്. ലോകവും അതിലുള്ളതൊക്കെ ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകുന്നുണ്ട്. ലോകവും അതിലുള്ളതെല്ലാം ഉളവാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. എല്ലാവർക്കും ജീവൻ ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയ അവൻ എല്ലാവർക്കും, ഈ ദൈവം എല്ലാവർക്കും ജീവനും ശ്വാസവും കൊടുക്കുന്നവനാകയാൽ മാനുഷിക കരങ്ങളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. എന്നെ ഒന്ന് കുളിപ്പിക്കണേ,
അഴുക്ക് പറ്റി. മറിയാമ്മ വന്ന് പിടിച്ചപ്പോ എനിക്ക് അഴുക്ക് പറ്റി, മറിയാമ്മ എന്നെ തൊട്ടത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അവറാച്ച എന്നെ കുളിപ്പീരെന്ന് ദൈവം പറയത്തില്ല. മാനുഷകരങ്ങളിലുള്ള ശുശ്രൂഷ ആരാവശ്യപ്പെടുന്നില്ല, ദൈവം ആവശ്യപ്പെടുന്നില്ല. ശുശ്രൂഷ വേണ്ട ആർക്കാ? നമുക്കാ വേണ്ടത്. അവിടുന്ന് തന്നെയാണ് എല്ലാവർക്കും ജീവനും ശ്വാസവും മറ്റു സകലതും പ്രദാനം ചെയ്യുന്നത്. നമുക്ക് ജീവൻ തരുന്നവരാണ് ദൈവം. ആ ദൈവം എന്തിനല്ല? വിഗ്രഹത്തിലല്ല, ഒരു പള്ളിയിലല്ല, പിന്നെ എവിടാണ്? നമ്മിലാണ്. നമ്മുടെ ശരീരമാണ് ദൈവത്തിന്റെ മന്ദിരം. നമ്മുടെ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്. നമ്മുടെ ആത്മാവാണ് ദൈവത്തിന്റെ ആത്മാവുമായിട്ട് ചേരേണ്ടത്. അപ്പോഴാണ് ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവും മനുഷ്യന്റെ ആത്മാവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുകയുള്ളൂ. അപ്പോഴാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. അപ്പോൾ തന്നെ മനുഷ്യന്റെ ആത്മാവിന് സാത്താന്റെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കാൻ കഴിയും. സാത്താൻ സംസാരിക്കും, സാത്താനും അത്ഭുതങ്ങൾ ചെയ്യും. ആമേൻ. 29-ാം വാക്യത്തിൽ POC ബൈബിളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നാം ദൈവത്തിന്റെ സന്താനങ്ങളാകയാൽ മനുഷ്യന്റെ ഭാവനയും ശില്പവിദ്യയും ചേർന്ന് സ്വർണത്തിലും വെള്ളിയിലും കല്ലിലും കൊത്തിയെടുക്കുന്ന പ്രതിമ പോലെയാണ് ദൈവരൂപമെന്ന് വിചാരിക്കരുത്. സത്യവേദ പുസ്തകത്തെക്കാളും വ്യക്തമായിട്ടാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇവർക്കിത് തിരിയാതെ പോകുന്നത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മനുഷ്യനെ വഞ്ചിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് സാത്താന്റെ പദ്ധതി. അതിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെടുക എന്നുള്ളതാണ്, വിടുതൽ നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോ 30-ാമത്തെ വാക്യം: ഞാനും വിഗ്രഹങ്ങളെ ആരാധിച്ച ഒരു വ്യക്തിയാണ്. ഞാനും മറിയത്തെ ആരാധിച്ച വ്യക്തിയാണ്. നിരവധി കൊന്തകൾ പഠിച്ച വ്യക്തിയാണ്. പിന്നത്തേതിൽ എനിക്ക് മനസ്സിലായി അത് തെറ്റാണെന്ന്. ദൈവവചനം വായിച്ചപ്പോഴാണ്. കാരണം ഞാൻ പരിശുദ്ധ മറിയമേ എന്ന് പിന്നെ ചൊല്ലാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? മറിയ സ്തോത്രഗീതത്തിൽ പറഞ്ഞു അവന്റെ നാമം പരിശുദ്ധം. മറിയത്തിന്റെ നാമം പരിശുദ്ധമല്ല, മറിയ വിശുദ്ധയാണ്. നമ്മൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പാപം വിട്ടൊഴിഞ്ഞ് ജീവിച്ചാൽ നമ്മൾ വിശുദ്ധരായി തീരും. സ്തോത്രം. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം മുതൽ: മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർ വ്യക്തമായിട്ട് അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഇത് തെറ്റാണെന്ന്, പക്ഷെ നിങ്ങൾ ചെയ്യാം. ആരെയോ നിങ്ങൾ ഭയപ്പെടുന്നു, അല്ലെ? ദൈവത്തെ ഭയപ്പെടണം. ആരെ ഭയപ്പെടണം? പത്രോസിന് അടി കൊണ്ടപ്പോ യേശുവിന്റെ നാമം ഇനി പറയരുതെന്ന് പറഞ്ഞ് ചാട്ടവാറിനെ അടിക്കുമ്പോൾ പത്രോസ് തിരിച്ചു ചോദിക്കുന്നത്, ദൈവത്തെക്കാളും നിങ്ങളെ അനുസരിക്കുന്നത് ദൈവഹിതമാണോ? സ്തോത്രം. നിങ്ങളെയാണ് അനുസരിക്കേണ്ടത്, ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടി വസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ ഇതെല്ലാം വെറുതെ വന്നാൽ ഇതെല്ലാം ആര് സൃഷ്ടിച്ചതാണ്? ദൈവം സൃഷ്ടിച്ചതാണ്. 21-ാമത്തെ വാക്യം: അതുകൊണ്ട് സ്തോത്രം. കത്തോലിക്ക ബൈബിൾ വീട്ടിലുണ്ടല്ലോ. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം വീട്ടിൽ ചെന്ന് നോക്കണം. ഇത് അവിടെ അതിനകത്തുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് അതുകൊണ്ട് അവർക്ക് ഒഴിവഴിവില്ല. നിങ്ങൾക്ക് എന്തില്ല? ഒഴിവഴിവൊന്നും ഇനിയില്ല. ഇത് കേട്ടതുകൊണ്ട് അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ, ദൈവം ഉണ്ടെന്നൊക്കെ അറിയാം. പുള്ളി എൻ്റെ കൂടെ നോർത്ത് ഇന്ത്യ വന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഒത്തിരി കണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. BP ഉണ്ട്, ഭാര്യയെ പേടി, നാട്ടുകാരെ പേടി, എല്ലാരും പേടി. അത് കാരണം വെണ്ണുമെണ്ണം ചുവട് വെക്കാൻ കഴിയുന്നില്ല. സ്തോത്രം. എനിക്ക് പറയാനുള്ളത്, മനുഷ്യനെ ഭയപ്പെട്ടിട്ട് സത്യത്തെ തള്ളിക്കളയരുത്. അതുകൊണ്ട് അവർക്ക് ഒഴിവഴിവില്ല. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ
അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ജ്ഞാനികൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. PSC ബൈബിൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. സത്യവേദ പുസ്തകത്തിൽ പറയുന്നത് അവർ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, ഇഴജാതി, നാൽക്കാലി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. PSC ബൈബിൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ജ്ഞാനികൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. വിഗ്രഹാരാധനയെ ദൈവം വെറുക്കുന്നു. ദൈവം പലപ്പോഴും രാജ്യങ്ങളെ ന്യായം വിധിക്കുന്നത് വിഗ്രഹാരാധനയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ആണോട് അവലംബനം കാണിച്ചത് വിഗ്രഹാരാധന നിമിത്തമാണ്. അവരെ ദൈവം അങ്ങനെ ആക്കി. പെണ്ണോട് അവലംബനം കാണിച്ചത് ഈ വിഗ്രഹാരാധന നിമിത്തമാണെന്ന് താഴെ പറയുന്നു. 1 യോഹന്നാൻ 5:18. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു. ദുഷ്ടൻ അവനെ തൊടുകയുമില്ല. നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തിയുടെ വലയത്തിലാണെന്നും നാം അറിയുന്നു. ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപനെ അറിയാനുള്ള കഴിവ് നമുക്ക് നൽകിയെന്നും നാം അറിയുന്നു. നാം ആകട്ടെ സത്യസ്വരൂപനിലും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിലും ആണോ? ആണെങ്കിൽ വിഗ്രഹാരാധന ഉപേക്ഷിക്കുക. അതുകൊണ്ട് അവിടെ പറയുകയാണ്, കുഞ്ഞുമക്കളെ, PSC ബൈബിളിൽ എഴുതിയിരിക്കുക, വിഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നേൻ. നാം ആമേൻ ക്രിസ്തുവിലും ആമേൻ ദൈവത്തിലുമാണോ? ആണെങ്കിൽ വിഗ്രഹങ്ങളെ തൊട്ടുമുത്തത്തില്ല, വിഗ്രഹങ്ങളുടെ അടുക്കൽ പോകത്തില്ല. അല്ലെങ്കിൽ പറയോ, കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്നുകൊള്ളുവേൻ. സ്തോത്രം. വിഗ്രഹാരാധന ശരിയോ തെറ്റോ? വിഗ്രഹാരാധന ദൈവം വെറുക്കുന്നു. 10 കൽപ്പനയിലെ കാറ്റീസം പുസ്തകത്തിനകത്ത് ഉള്ള തരികടയല്ല, കാറ്റീസത്തിലെല്ലാം വെട്ടിച്ചുരുക്കി. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ജലത്തിലോ ഉള്ള ഒന്നിന്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. വളരെ വ്യക്തമായിട്ടല്ലേ പറയുന്നത്. വേദപുസ്തകത്തിന്റെ ചരിത്രം തന്നെ എടുത്തു നോക്കുമ്പോൾ ആമേൻ ബൈബിൾ എന്തിനെതിരാണ്? വിഗ്രഹാരാധനയ്ക്കെതിരാണ്. എന്തുകൊണ്ട്? ദൈവം എതിരായതുകൊണ്ട്. കാരണം ദൈവം വിഗ്രഹമല്ല, ദൈവം പ്രവർത്തിക്കുന്നത് ഒരു വിഗ്രഹത്തിലൂടെയല്ല. ദൈവത്തിന് കണ്ണുണ്ട്, ചെവിയുണ്ട്, മൂക്കുണ്ട്, സംസാരമുണ്ട്, എല്ലാമുണ്ട്. കാണാനും കേൾക്കാനും കഴിയാത്ത ഒരു ഊമ വിഗ്രഹമല്ല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച എന്നെയും നിന്നെയും സൃഷ്ടിച്ച ദൈവം. ജീവനുള്ള ദൈവമാണ്. വെളിപ്പാട് 22:14-15 വാക്യം ശ്രദ്ധിക്കണം. വചനം കേൾക്കുമ്പോൾ ക്ഷീണം വരുന്നുണ്ടോ? ജീവന്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും നിത്യതയിൽ പോകുന്ന ആര്യ കവാടങ്ങളിലൂടെ നഗരങ്ങളിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവൻ ഭാഗ്യവാൻ. നായ്ക്കളാര്? പിന്മാറ്റക്കാര്, വിശ്വാസത്തിൽ വന്നിട്ട് പിന്മാറിപ്പോകുന്നു. നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധികളും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്. എവിടെ? സ്വർഗത്തിൽ നിന്ന് പുറത്ത്. എവിടേക്ക്? നരകത്തിലേക്ക്. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ, വ്യഭിചരിക്കുന്നവർ, പാപം ചെയ്യുന്നവർ എവിടേക്ക് പോകും? നരകത്തിലേക്ക് പോകും. നിത്യത. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും. സ്തോത്രം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം
ആ 10-ാം അധ്യായത്തിൽ POC ബൈബിളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: വിഗ്രഹ ആരാധനക്കെതിരെ എഴുതി കൊടുത്തിരിക്കുക. എന്താ? വിഗ്രഹ ആരാധനക്കെതിരെ എന്ന് ഇതിനകത്ത് എഴുതി വെച്ചിട്ട് ഈ ബൈബിൾ ഉപയോഗിക്കുന്നവർ മുഴുവൻ എന്ത് ചെയ്യാണ്? വിഗ്രഹങ്ങളെ വെച്ച് ആരാധിക്കുകയാണ്. ഞാൻ ഇതൊന്ന് വായിക്കാം, നിങ്ങൾ അതൊന്ന് കേട്ടിരുന്നാൽ. ആമേൻ, സ്തോത്രം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണലിലായിരുന്നു എന്നും കടലിലൂടെ കടന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആരാ പറയുന്നത്? പൗലോസാണ്. അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ഇസ്രായേൽ ജനം ചെങ്കടലിന്റെ നടുവിലൂടെ പോയത്, ആ ചെങ്കടലിന്റെ നടുവിലൂടെ കൊണ്ടുപോയത് എന്തിന്റെ മുൻകൂറിയാണ്? സ്നാനത്തിന്റെ മുൻകൂറിയാണ്. അതുകൊണ്ട് ഇസ്രായേൽ ജനം സ്നാനമേറ്റില്ല എന്ന് പറയരുത്. അന്നേ അവർ എന്ത് ചെയ്തു? സ്നാനമേറ്റു. ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു, എല്ലാവരും ഒരേ ആത്മീയ പാനം കുടിച്ചു. തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത്. ഇതിനകത്ത് ശില എന്നാണ് എഴുതിയിരിക്കുന്നത്, അതിനകത്ത് പാറ എന്നാണ്. ശിലയും പാറയും ഒന്നാണ്. നിങ്ങളെ അനുഗമിച്ച പാറയിൽ നിന്നല്ലേ നിങ്ങൾ കുടിച്ചത്? ആ പാറ ക്രിസ്തുവായിരുന്നു. പാറ ആരാണ്? യേശു അന്നേ ഉണ്ട്. അല്ലെന്താ എഴുതിയിരിക്കുന്ന? ആമേൻ. ആ ശില ക്രിസ്തുവാണ്. എന്നാൽ അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അപ്പൊ യേശു അന്നേ ഉണ്ട്. ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ അവരുടെ കൂടെ ആരുണ്ട്? യേശു ഉണ്ട്. ആ പാറയാണ് ആരടിച്ചത്? മോശ അടിച്ചത്. ദൈവം ഒരു വട്ടം അടിക്കാൻ പറഞ്ഞു. മോശ എത്ര വട്ടം അടിച്ചു? 2 വട്ടം അടിച്ചു. ആ പാറയിൽ നിന്ന് ഇസ്രായേൽ ജനത്തിന് എന്ത് കൊടുത്തു? വെള്ളം കൊടുത്തു. ആ പാറ ആരാ? ക്രിസ്തു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്ന എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. നിങ്ങൾക്ക് ദാഹിക്കാത്ത വെള്ളം തരുന്നത് ആരാണ്? നമുക്ക് ദാഹിക്കാത്ത വെള്ളം തരുന്നത് യേശുവാണ്. അവരെ പോലെ നാമം തിന്മ ആഗ്രഹിക്കാതിരിപ്പാൻ ഇത് നമുക്ക് ഒരു പാഠമാണ്. നമുക്ക് ഒരു പാഠമാണ്. 7-ാം വാക്യം: അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹ ആരാധകർ ആകരുത്. വെണ്ടയ്ക്ക ചേർത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. കത്തോലിക്ക ബൈബിളിൽ 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 7-ാം വാക്യത്തിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്: ഇസ്രായേൽ ജനം വിഗ്രഹങ്ങളെ ആരാധിച്ച പോലെ നമ്മളും വിഗ്രഹം ഉണ്ടാക്കി എന്ത് ചെയ്യരുത്? ആരാധിക്കരുത്. യേശുവിന്റെ വിഗ്രഹം ഉണ്ടാക്കരുത്, മറിയത്തിന്റെ വിഗ്രഹം ഉണ്ടാക്കരുത്, പുണ്യവാളന്മാരുടെ വിഗ്രഹം ഉണ്ടാക്കരുത്, മാലാഖമാരുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്, പിശാചിന്റെ വിഗ്രഹം ഉണ്ടാക്കരുത്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, സർപ്പത്തിന്റെ വിഗ്രഹം ഉണ്ടാക്കരുത്, ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. ആമേൻ. അപ്പോ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ 7-ാം വാക്യം കഴിഞ്ഞ് പിന്നെ 14-ാം വാക്യത്തിൽ വീണ്ടും എടുത്തു പറയുകയാണ്. എന്ത്? ആകയാൽ പ്രിയപ്പെട്ടവരെ, വിഗ്രഹാരാധനയിൽ നിന്ന് ഓടി അകലുവിൻ. വിവേകമതികളെന്ന പോലെ ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതിൽ കൂടുതലായിട്ട് ഇനി ബൈബിളിൽ എന്താ എഴുതേണ്ടത്? പുതിയ നിയമത്തിൽ വെണ്ടയ്ക്കാചരത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വിഗ്രഹങ്ങളെ ഒക്കെ വിട്ട് 30 വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ ഇത് ആമേൻ അസത്യമാണ്, സത്യത്തിലെ നടക്കണമെന്ന് കണ്ട് ഈ വിഗ്രഹാരാധന വിട്ട് പാരമ്പര്യങ്ങളെ വിട്ട് ഇറങ്ങിയത്. സ്തോത്രം. അഴിയെന്നോർത്തില്ല, ആഴമറിഞ്ഞില്ല, അലകൾക്കും ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ആഴിയെന്നോർത്തില്ല, ആഴമറിഞ്ഞില്ല, അലകൾക്കും ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ, നിൻവിളി കേട്ടു പിൻവരുവാൻ. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ, നിൻവിളി കേട്ടു പിൻവരുവാൻ. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ, സുദീർഘമേ തവ നാമം. പണ്ട് ശക്തിവിളകര പള്ളിയിൽ നിന്ന് പ്രദക്ഷിണം ഇറങ്ങും. സന്ധ്യക്കാണ് ഇറങ്ങുന്നത്, നേരെ ഇരുട്ടാകുമ്പോഴാണ് ഇറങ്ങുന്നത്.
ഒത്തിരി വിഗ്രഹങ്ങളെയൊക്കെ കൊണ്ട് യാത്ര ചെയ്യും. രാജ്യം മുഴുവൻ നടക്കും. പല വിഗ്രഹങ്ങളുണ്ട്. അപ്പോ പറയുന്നത് എല്ലാ രോഗങ്ങളെയും ഇത് മാറ്റുമെന്നാണ്. അവ ഇതിങ്ങനെ മാറ്റി വരുന്ന കൂട്ടത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടായി. വളരെ വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞുനാളില് ഒരു വലിയ വർഗീയതകളെ ഉണ്ടായി. RSSകാരും കത്തോലിക്കരുമായിട്ട് ശക്തികുളങ്ങരയിൽ കപ്പിത്താന്റെ ജംഗ്ഷനിൽ വന്നപ്പോൾ മുട്ടൻ അടിയുണ്ടായി. അടികൊണ്ട് രൂപവും പൊക്കിക്കൊണ്ടുവന്ന സകലയാളും രൂപവും അവിടെ വെച്ചിട്ട് ഓടി. അങ്ങനെ ഓടി അവർ രക്ഷപ്പെട്ടു. ഗതാഗതം സ്തംഭിച്ചു. വലിയ വിഷയമായി. എന്താ റോഡിന്റെ നടുക്ക് എന്താണ്? മനുഷ്യരല്ല, ചുമന്നു കൊണ്ടുവന്ന വിഗ്രഹങ്ങൾ ഇരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അത് അവിടെ ഇരിക്കുന്നത്? അതിന് ജീവനില്ല. വചനം പറയുന്ന പോലെയാണ് എടുത്തുകൊണ്ട് നടക്കുകയാണ്. ഈ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ദൈവത്തെ ആര് ചുമക്കുന്നു? മനുഷ്യൻ ചുമക്കുന്നു. ദൈവവചനം എന്താ പറയുന്നത്? ഞാൻ നിന്നെ ചുമക്കുന്ന ദൈവം. നമ്മൾ വിഗ്രഹത്തെയാണ് ചുമക്കുന്നത്, ദൈവം നമ്മെ ചുമക്കും. സ്തോത്രം. ഉള്ളം കയ്യിൽ ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ നടത്തും. എന്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. വിഗ്രഹങ്ങളെല്ലാം അവിടെ ഇരുന്നു. അവസാനം CRP ക്യാമ്പിൽ നിന്ന് പോലീസുകാർ വന്നാണ് ഈ വിഗ്രഹത്തെ എല്ലാം പുറക്കിയെടുത്ത് പള്ളി കൊണ്ടുവച്ചത്. ഇതിനെയാണ് വിട്ടുകളായ മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? ആരാധിക്കുന്നത്. എന്ത് തീരുമാനിക്കുന്നു? സ്തോത്രം. എനിക്കൊന്ന് ആലോചിക്കാനുണ്ടല്ലേ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നില്ല. സത്യം നമ്മളെ എവിടേക്ക് എത്തിക്കും? അതാ കർത്താവ് പറഞ്ഞു, ഞാൻ തന്റെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. മറിയം പോലും പോയത് പോകുന്നത് ആരിലൂടെയാണ്? യേശുക്രിസ്തുവിലൂടെയാണ്. കാരണം എന്താണ്? മറിയം ആരാധിച്ചത് ആരെയാണ്? യേശുവിനെയാണ്. 120 പേരടങ്ങുന്ന സംഘം 10 ദിവസക്കാലം യേശു പറഞ്ഞു കേട്ട് രാവും പകലും ഇരുന്ന് അവനെ ആരാധിച്ചു. 10ാമത്തെ ദിവസം വാഗ്ദത്തത്തിന്റെ നിവൃത്തിയായി പരിശുദ്ധാത്മാവ് വന്നു. അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതുപോലെ അപ്പോഴാണ് മറിയവും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞത്. മറിയമല്ല എഴുന്നേറ്റ് പ്രസംഗിച്ചത്, പത്രോസ് എഴുന്നേറ്റ് ഒറ്റ പ്രസംഗം. 3000 പേർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അന്നാണ് സഭയുടെ ആരംഭം. ആ സഭയുടെ മൂപ്പനാകുന്ന കത്തോലിക്കർ പറയുന്ന ആദ്യത്തെ പോപ്പ് പത്രോസ് ആണ് എന്ന് പറയുന്ന പത്രോസിന് എന്തില്ലായിരുന്നു? സിംഹാസനമില്ലായിരുന്നു, സ്വർണ്ണമോതിരമില്ലായിരുന്നു, പട്ടുവസ്ത്രമില്ലായിരുന്നു. അതാ പത്രോസ് പറഞ്ഞത്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രേയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. സ്തോത്രം. നമ്മൾ സത്യത്തിന്റെ മുമ്പിൽ എന്ത് ചെയ്യാൻ പാടില്ല? മുഖം തിരിക്കാൻ പാടില്ല. സത്യത്തെ നമ്മൾ അംഗീകരിക്കുക, കീഴ്പ്പെടുക. കർത്താവ് നമ്മളെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കുന്നു. വിഗ്രഹങ്ങളുടെ അടുക്കൽ പോകരുത്. നമ്മുടെ അറിവില്ലായ്മയുടെ കാലത്ത് നമ്മൾ വിഗ്രഹങ്ങളുടെ അടുക്കൽ പോകുമായിരുന്നു, അതിനെ തൊട്ടുമുത്തുമായിരുന്നു, നമ്മൾ അതിന്റെ മുമ്പിൽ കരയുമായിരുന്നു. എത്രയോ സമയങ്ങൾ മുട്ടുകുത്തി നിന്ന് നമ്മുടെ മുട്ടൊടിഞ്ഞിട്ടുണ്ട്. ഇതൊരു വാക്ക് മിണ്ടിയിട്ടുണ്ടോ? നമ്മുടെ കണ്ണീര് നിറച്ചിട്ടുണ്ടോ? നമ്മളെ ആശ്വസിപ്പിച്ചിട്ടുണ്ടോ? എന്നാൽ രാത്രിയുടെ യാമത്തിൽ ആരും സഹായമില്ലാതെ ഒരു മുറിക്കുള്ളിൽ നമ്മൾ ഇരിക്കുമ്പോൾ, രാത്രിയുടെ യാമത്തിലും ഇരുട്ടിലും ഹൃദയത്തിന്റെ വേദന അറിയുമ്പോൾ, ആ വേദന ദൈവസന്നിധിയിൽ പകരുമ്പോൾ, നമ്മുടെ അടുക്കൽ വന്ന് നമ്മുടെ കിടക്കയിലിരുന്ന് നമ്മുടെ കണ്ണീര് തുടയ്ക്കുന്ന, നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു നല്ല കർത്താവാണ് നമ്മുടെ രക്ഷിതാവായി തീരേണ്ടത്.